നമസ്കാരം പ്രിയമുള്ളവരെ, ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ മലയാളികളും ഈ പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് ഇപ്പോൾ എല്ലാ ബാങ്കിൽ നിന്നും SMS അലേർട്ടായിട്ടും നമ്മളുടെ ഇമെയിലിലേക്കും ലഭിച്ചിട്ടുണ്ടാകും. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന പദ്ധതിയുടെ പുതുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പ് നമ്മളുടെ ഫോണിൽ ലഭിച്ചിട്ടുണ്ടാകും. 436 രൂപയോളമാണ് GST ഉൾപ്പെടെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ തുക നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും മെയ് മാസം 26-നും 31-ാം തീയതിക്കും ഇടയ്ക്ക് പിൻവലിക്കപ്പെടും. അക്കൗണ്ടിൽ വേണ്ട ബാലൻസ് സൂക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഒരുപക്ഷെ നിർബന്ധമായിട്ടും ഈ സ്കീം എടുത്തിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നിലവിൽ ഓഫീസർമാർ തന്നെ ഒരുപക്ഷെ നമ്മളെ ഇത്തരത്തിലുള്ള ഇൻഷുറൻസിൽ ചേർത്തിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ലോൺ എടുത്തിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്കും ഇത്തരം ഇൻഷുറൻസ് ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ അറിയിപ്പ് എത്തിയിട്ടുണ്ടാകും. അത് യൂണിയൻ ബാങ്ക് എന്നോ SBI എന്നോ ഫെഡറൽ ബാങ്ക് എന്നോ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നോ ICICI ബാങ്ക് എന്നോ വ്യത്യാസമില്ല. നിലവിൽ എല്ലാ ബാങ്കുകളിലും ഇത്തരത്തിലൊരു ഇൻഷുറൻസ് പദ്ധതി അത് കേന്ദ്ര സർക്കാരിൻ്റെ റൂൾ പ്രകാരം നടപ്പിലാക്കുന്നുണ്ട്. 2015 മെയ് മാസം 9-ാം തീയതി ആരംഭിച്ച ഒരു ബൃഹത് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന. അതായത് ഏത് വിധേനയുള്ള മരണത്തിലും അവരുടെ നോമിനിക്ക്, അതായത് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇൻഷുറൻസ് ഹോൾഡറുടെ മരണം സംഭവിക്കുകയാണ് എങ്കിൽ 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് അത് അവരുടെ നോമിനിക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടി നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനപ്രിയ പദ്ധതിയാണിത്. ഒരു വർഷത്തേക്ക് വെറും 436 രൂപ മാത്രമേ പ്രീമിയം പോലും ആകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പുതുക്കൽ സമയമാണിപ്പോൾ. മെയ് മാസമാണ് ഇതിൻ്റെ പുതുക്കൽ നടക്കുന്നത്. 2026 ഈ പുതുക്കൽ സമയമാണ്. ഇപ്പോൾ മെയ് മാസം 25 മുതൽ അല്ലെങ്കിൽ 26-ാം തീയതി മുതൽ 31 വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് 436 രൂപ പിൻവലിക്കപ്പെടും. അങ്ങനെ ഇത് പിൻവലിച്ച് ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് പുതുക്കി ലഭിക്കുകയും ചെയ്യും. പിന്നീട് ഒരു വർഷത്തേക്കുള്ള കവറേജാണ് നമുക്ക് ലഭിക്കുക. ഏത് തരത്തിൽ മരണം സംഭവിച്ചാലും നമുക്കിവിടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കവറേജ് ഉണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്കാണ് നിലവിൽ ഈ സ്കീമിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുക. 50 വയസ്സിനുള്ളിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുതുക്കി കൊണ്ടുപോകാനും സാധിക്കും. 65 വയസ്സ് വരെയൊക്കെ നമുക്ക് ഈ രീതിയിൽ പുതുക്കി കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. എന്നാൽ 60 വയസ്സായി അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലെത്തിയെങ്കിൽ ഈ സ്കീമിലേക്ക് ചേരാൻ സാധിക്കില്ല. അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനിയും ചേരാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണുള്ളത് ആ ബാങ്ക് ശാഖയിൽ എത്തിച്ചേർന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയുടെ ഇൻഷുറൻസ് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം മതി. വളരെ ചുരുങ്ങിയ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ആധാർ ഡീറ്റെയിൽസ്, നോമിനിയുടെ വിവരങ്ങൾ, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഈ ഇൻഷുറൻസ് ചേരാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നിലവിൽ രാജ്യമെമ്പാടും 30 കോടിക്കടുത്ത് ഗുണഭോക്താക്കൾ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നമ്മളുടെ സംസ്ഥാനത്തും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്കീമിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എല്ലാം അക്കൗണ്ടിൽ നിന്ന് 436 രൂപ പോകും. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസിന് വേണ്ടിയാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്തവർക്ക് ഈ തുക ഡെബിറ്റ് ചെയ്യപ്പെടുന്നതല്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ജനപ്രിയ പദ്ധതിയിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ചേരുകയും ചെയ്യുക. നിലവിൽ 4 ക്വാർട്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ചേരാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് നമുക്ക് ഓരോ ക്വാർട്ടറിനനുസരിച്ച് തുകയിൽ കുറവുണ്ടായിരിക്കും. പക്ഷേ എല്ലാ വർഷവും പുതുക്കൽ വരുമ്പോൾ 436 രൂപയാണ് അടയ്ക്കേണ്ടി വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.